കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കഥാനായകനായിട്ടുള്ള മിസ്റ്റർ ഷിയാണ്. മിസ്റ്റർ ഷി കാർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ അയാൾക്ക് കോൾ വരികയാണ്. അന്നത്തെ ദിവസം പങ്കെടുക്കാനുള്ള മീറ്റിങ്ങുകളും അതിന്റെ സമയമൊക്കെയാണ് കോളിലെ വ്യക്തി പറയുന്നത്. അവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഷിയ മറുപടി പറയുന്നത്. അപ്പോഴേക്കും കാർ ആക്സിഡന്റ് ആവുകയാണ്. കഥാനായികയായിട്ടുള്ള യുണൊരു കടയിലേക്ക് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവളുടെ ബോസും അതുപോലെ കഥാനായകനായിട്ടുള്ള മിസ്റ്റർ ഷിയെ വിളിക്കുകയാണ്. അപ്പോൾ അവൾ ഫോൺ എടുക്കുന്നുണ്ട്. അവളോട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ കമ്പനിക്ക് അടുത്തുണ്ടെന്ന് പറയുകയാണ്. അവളോട് എത്രയും വേഗം വരണമെന്നാണ് മിസ്റ്റർ ഷിയ പറയുന്നത്. അവൾ ഓടി എത്തുമ്പോൾ കാണുന്നത് മിസ്റ്റർ ഷിയുടെ കാറും ഒരു ലേഡിയുടെ കാറും തമ്മിൽ കൂട്ടിയിടിച്ച് കിടക്കുന്നതാണ്. അവൾ വന്ന് വിളിക്കുമ്പോൾ മിസ്റ്റർ ഷിയ കാറിന് പുറത്തിറങ്ങുന്നതാണ്. ലേഡി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ലേഡി പറയുന്നുണ്ട് അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ലേഡിക്ക് മിസ്റ്റർ ഷിയെ പരിചയമുണ്ട്. ലേഡി മിസ്റ്റർ ഷിയുടെ പിന്നാലെ പോവാണ്. പക്ഷേ ഷിയ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരുമിച്ചാണ് ജോലി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുന്നേ വന്ന് പിടിച്ച് നിർത്തിയിട്ട് എന്നോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. നിന്റെ കാരണമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇഷ്ടപ്പെടാതെ ലേഡി പോവാണ്. ഷിയ മൈൻഡ് ചെയ്യാതെ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. അങ്ങനെ ലേഡി തിരിച്ച് യൂണിറ്റ് എടുത്ത് ചെല്ലുമ്പോൾ യൂണിന് കാറിന്റെ ഒരു പൊസിഷനൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 10,000 രൂപ വേണം, കാരണം പെയിന്റ് പോയിട്ടുണ്ട്, അതുകൊണ്ട് പൈസ വേണമെന്നാണ് യൂണിന് പറയുന്നത്. ലേഡി അത് സമ്മതിക്കുന്നില്ല. ഒരു കോഫി വാങ്ങിക്കൊടുത്ത് സെറ്റിൽ ചെയ്യാനാണ് ലേഡി പറയുന്നത്. അങ്ങനെ യൂണിന് വേഗം സ്പീഡിൽ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഓടായിരുന്നു. ലിഫ്റ്റ് വേഗം അടയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ബോസ് അതെല്ലാം തടഞ്ഞു നിർത്തുമായിരിക്കും. അങ്ങനെ യൂണ് ലിഫ്റ്റിൽ കയറി കഴിയുമ്പോൾ പറയും ഞാനതെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എനിക്ക് ഇതിനെപ്പറ്റി അത്ര അറിയുന്നില്ല, അതുകൊണ്ട് നല്ലോണം അറിയുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വിളിക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം യൂണ് അവളെ നമ്മളോട് പരിചയപ്പെടുത്തും. എൻ്റെ പേര് യൂൺ എന്നാണ്, എൻ്റെ ഇംഗ്ലീഷ് പേര് ലക്കി എന്നാണെന്ന് പറയും. എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ CEO ആണ്, ബോസാണ്, CEO ആണ്, TIG എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയുടെ CEO ആണെന്ന് പറയും. അവളുടെ പേര് ലക്കി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോസ് അവളെ ജോലിക്കായിട്ട് എടുക്കുന്നത്.